ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രീം വെൽ. അപ്പം ഞാനിത് റെഡി ആയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കാം. പിന്നെ വീഡിയോ തമിഴിന് കണ്ട പോലെ ഇന്ന് നമ്മളെ 3ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഏട്ടനില്ല, എന്നാലും അമ്പലത്തിൽ പോകണം. കുറച്ച് ഏട്ടനില്ലാത്തതുകൊണ്ട് അധികം വലിയ ഇതൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു ആഘോഷം. അപ്പോൾ അമ്പലത്തിൽ പോകാൻ ഞാൻ റെഡി ആയിട്ടാണ്. സാരി അല്ല കേട്ടോ, ആ സാരിയാണ് കേട്ടോ. അപ്പം അത് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ. ഞാൻ കൊട്ടിയൂർ അമ്പലത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം അവിടെ എന്തോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തോന്നട്ടോ. അപ്പോൾ റെഡി ചെയ്താ ഞാനും ഏട്ടനും കഴിഞ്ഞ ഏട്ടൻ പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ വന്നതാട്ടോ ഇവിടെ. അയ്യോ, ഏട്ടനില്ലാത്തതുകൊണ്ട് എന്തോ ഉണ്ട് നോട്ടപ്പാ. അപ്പം ഞാൻ വഴിപാടൊക്കെ കഴിപ്പിച്ചു. നെയ്വിളക്കും പുഷ്പാഞ്ജലിയൊക്കെ ഏട്ടൻ്റെ അൻ്റെയും പേരിലും കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ സൈഡ് ഭാഗത്ത് ഇങ്ങനൊരു വെള്ളം വരുന്നുണ്ട്, ഒരു സ്ഥലമുണ്ട് കേട്ടോ. എവിടുന്നാണ് വരുന്നതെന്നൊന്നും അറിയില്ല, പൈപ്പ് കാര്യങ്ങളൊന്നുമല്ല, നോർമലി വരുന്നതാണ്. അങ്ങനെ അകത്ത് പോയി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി ഈ കണ്ണാടിയുടെ മുമ്പിൽ വന്നിട്ട് തൊട്ട് കേട്ടോ. അകത്ത് കയറിയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, എന്താണെന്നറിയില്ല, ഏട്ടനില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല. അതുകൊണ്ട് ഞാൻ പോവാണ് ഗൈസ്. വെറുതെ തൊഴുത് പുഷ്പാഞ്ജലി നെയ്വിളക്കം കത്തിച്ച് തൊഴുത് ഇറങ്ങിയാട്ടാ പോവാം. അയ്യോ, എന്തോരം പോലെയുണ്ട്. ഇനി എനിക്ക് പല്ലുവേദന ആയതുകൊണ്ട് വെയിൽ ആവുന്നതിന് മുന്നേ പോകണം. എന്തായാലും ഇപ്പോൾ ഉച്ചയായി 10 മണി കഴിഞ്ഞു. പക്ഷേ ബാക്കി വൈകുന്നേരം കാണാം കേട്ടോ. വൈകുന്നേരം ഒന്നും പരിപാടിയൊന്നുമില്ല, ചെറിയൊരു സന്തോഷം പ്രത്യേകം. പിന്നെ ഏട്ടൻ്റെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം, കാണിച്ചു തരാം കേട്ടോ. പിന്നെ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. ഞാൻ രാവിലെ ഫുഡൊന്നും കഴിക്കാതെ പോയതുകൊണ്ട് തന്നെ ഞാനൊരു മുന്തിരി ജ്യൂസും ഒരു സാൻഡ്വിച്ചും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പേരാവൂർ എത്തിയപ്പോൾ കഴിച്ചേ. അപ്പോൾ ഇല്ലേ, അമ്പലത്തിലെല്ലാം പോയി വന്നു കേട്ടോ. എന്തിങ്ങനെ ഇരിക്കുന്ന അറിയില്ല, വീട്ടിൽ ആരുമില്ല. എനിക്ക് ഭയങ്കര വിഷമം. അയ്യോ, കാരണം അമ്പലത്തിൽ പോയി ഞാൻ തൊഴുതൊക്കെ വേഗം ഇറങ്ങി. എനിക്ക് പിന്നെ ദൈവത്തോട് അധികം കാര്യങ്ങളൊന്നും പറയാം, നമ്മളങ്ങനെ ഇങ്ങനത്തെ ഫ്രണ്ട്സാണ്, അതുകൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ വേഗം ഇറങ്ങി കുറേ സമയം അമ്പലത്തിൻ്റെ നടയമിലാടി ഇരുന്നു കുറേ ഫോണിലൊക്കെ നോക്കി എല്ലാവർക്കും റിപ്ലൈ ആക്കി കൊടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമം. കാരണം ഏട്ടനുണ്ടെങ്കിൽ നമ്മൾ കുറേ സെൽഫി എടുക്കും ഒന്നിച്ചിരുന്നിട്ട്. പിന്നെ എന്താ കുറേ സെൽഫിയൊക്കെ എടുക്കും നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ പുറത്തുനിന്ന്. അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. എനിക്ക് നമ്മൾ കുറേ അങ്ങനെ നല്ല അടിപൊളിയാണ്. എനിക്ക് അമ്പലത്തിൽ പോയിട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഒറ്റപ്പെടൽ, ആരും ഇല്ലാത്ത പോലെ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. ആരുമില്ലാത്ത പോലെ അല്ല, ആരുമില്ല, ഞാൻ ഒറ്റക്കല്ലേ പോയത്. പിന്നെ ഞാൻ വിചാരിച്ചു കൊട്ടിയൂർ അമ്പലത്തിൽ പോകണമെന്നില്ല. ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു കുറേ ദൂരം 25 കിലോമീറ്റർ ആയിട്ട് ഉണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര പകുതിക്കത്തിട്ട് ഞാൻ വിചാരിച്ചു ഈശ്വര പോകണം, നമ്മൾക്കൊന്നും അമ്പലത്തിലായിട്ട് പോയാൽ പോലെ. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, കൊട്ടിയൂർ അമ്പലത്തിൽ തന്നെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് പോയിട്ട് അങ്ങനെ കണ്ണല്ലേ ഇങ്ങനെ മിന്നി പോകുന്നു, തല കറങ്ങുന്ന പോലെയല്ല. എനിക്ക് ഭയങ്കര ഇത്. എന്നിട്ട് ഞാൻ വേഗം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറേ സമയം ഞാൻ അമ്പലത്തിൻ്റെ നടയിലിരുന്ന് ഞാൻ കുറച്ച് അമ്പലത്തിലും കുറച്ച് ഫോട്ടോസെല്ലാം ഞാൻ എടുത്ത് അങ്ങനെയൊക്കെ അടുത്ത്. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം ഞാൻ പിന്നെ വേഗം വീട്ടിലേക്ക് വന്നിട്ട് ആ ഈ ഡ്രസ്സെല്ലാം മാറി ഞാൻ ഇങ്ങനെ ഇരിക്കല. എൻ്റെ ആഭരണങ്ങളൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ട്, ഭയങ്കര വലിയ കമ്മലായി പോയി വാങ്ങിയത്. അപ്പം അതൊക്കെ ഇങ്ങനെ കഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കലാണ്. അന്നേരത്താണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചത്. അപ്പം ഞാൻ ഏട്ടൻ എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടന് അടുത്തില്ലെങ്കിലും ഏട്ടൻ ഗിഫ്റ്റ് വാങ്ങി തരുന്നതായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നമ്മൾ ഒന്നിച്ച് അമ്പലത്തിൽ പോകണം എന്നൊക്കെ. എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും നമ്മൾ ഒന്നിച്ച് അമ്പലത്തിൽ പോക്കുണ്ട്. ബർത്ത്ഡേക്ക് നമ്മൾ അങ്ങനെ ഒന്നിച്ച് പോക്കില്ലെങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറി, ഈ 2 വെഡ്ഡിങ് ആനിവേഴ്സറിക്കും നമ്മൾ ഒന്നിച്ച് പോയിട്ടുണ്ട്. നമ്മളൊന്നിച്ച് ഏട്ടന് ഡ്യൂട്ടിയുള്ള സമയത്താണെങ്കിൽ നമ്മൾ ലീവ് ആക്കിയിട്ട് ഒരു ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ലീവ് എടുത്തിട്ട് നിൽക്കാറുണ്ട്. പക്ഷേ ഈ ഞാൻ ഒറ്റയ്ക്ക് ചിന്തിച്ചു, അയ്യോ എനിക്ക് ഭയങ്കര വിഷമം കൊടുക്കും. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്നിട്ട് ഞാൻ അവിടുന്ന് വെഡിങ് ആനിവേഴ്സറി എന്തായിരുന്നു അമ്പലത്തിൽ നിന്ന് ഞാൻ ഏട്ടനെ വിളിച്ച് നമുക്ക് അവിടെ എത്ര മണിയാവും, ഏട്ടന് 2.5 മണിക്കൂർ കുറവാണ്. നമുക്കിപ്പം 10 മണിയാണെങ്കിൽ ഏട്ടനവിടെ 7:30 അങ്ങനെ ആയിട്ടുണ്ടാവുള്ളത്. എന്നിട്ട് ഞാൻ ഏട്ടനെ വിളിച്ച് ഞാൻ അമ്പലത്തിൽ നമുക്ക് പറഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിയിട്ട് തന്നിട്ടുണ്ട്. ആ ഒരു കുഞ്ഞ് വീഡിയോ, ആ ഒരു വീഡിയോ ഞാൻ ഇത് ഇട്ടുതരാം. അപ്പം നിങ്ങളത് കണ്ടിട്ട് തരാം. എന്താ പറയുക, നമ്മുടെ 3ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, വിവാഹ വാർഷികം. ഞാനില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷികമാണ്. എന്താ പറയുക, വളരെ മിസ് ചെയ്യുന്നുണ്ട് മോളെ. സമയത്തിൽ ഞാനങ്ങനെ ഫസ്റ്റ് ടൈമല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സങ്കടമുണ്ട്. ഞാൻ അടുത്തില്ലാത്തതിൻ്റെ, അതായത് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കാത്ത ഈ ഒരു, നമ്മളെ കല്യാണം കഴിച്ചിട്ട് 3 വർഷം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ചെറിയൊരു കാലാവധിയാണ്. അപ്പോൾ
അതിൻ്റേതായ ഒരു വിഷമമുണ്ട്. എന്തായാലും എന്താ പറയുക, എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അവിടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഞാൻ ചെയ്തേനെ. സാരമില്ല, ഞാൻ നിനക്ക് ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. നീ എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യുക. അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിലാവും. അപ്പോൾ അത് നിനക്ക് ഇഷ്ടമുള്ളൊരു ഗിഫ്റ്റ് നീ വാങ്ങിക്കും. ഓക്കെ, എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിനക്ക് ഇഷ്ടമുള്ളത്, നിനക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അത് നീ വാങ്ങിക്കുക. അപ്പോൾ ഈ ഞാനെന്തെങ്കിലും വാങ്ങി തരുമ്പോൾ അല്ലേ നമുക്ക് എന്ത് വാങ്ങിക്കൊടുക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. അതുപോലെ തന്നെ നല്ലൊരു അങ്ങനെ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല കുഞ്ഞിന്, എനിക്ക് ഫോർമലായിട്ട് വന്നത്. സന്തോഷം. ഐ ലവ് യു മോളെ. ഓക്കെ ഗൈസ്, നമ്മളേട്ടൻ പറഞ്ഞ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവർ നോമ്പ് തുറക്കാൻ പോയ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ പോയത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിനി. ഞാനൊന്നും എടുത്തില്ല ഗൈസ്, വെയിറ്റ് ചെയ്യാണ്. ഇവർ നോമ്പ് തുറക്കാൻ പോയിട്ടുണ്ട്. ഭയങ്കര പൈസയും ഗൈസ്. സ്വർണത്തിനിപ്പം 6600 സംതിങ് ആയിട്ടുണ്ട്. അയ്യോ, പിന്നെ ഏട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് എടുക്കാൻ നിൽക്കാൻ പറ്റല്ലോ. ഞാൻ എടുക്കൂലേനു ഏട്ടൻ പറഞ്ഞില്ലേ. അപ്പം നമുക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതൊന്നും അല്ലാട്ടോ എടുക്കുന്നത്, ഒരു ചെറിയ മോതിരം എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത് 1 ഗ്രാമിൻ്റെ റേറ്റാണ് കേട്ടോ. അന്നത്തെ 1 ഗ്രാമിൻ്റെ റേറ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാ ഞാൻ സിമ്പിൾ ഡിസൈനുള്ള കുറച്ച് കളക്ഷൻസ് ആയിട്ട് നോക്കിയത്. എനിക്കാണെങ്കിൽ ഒരു പണ്ടാറും പാകാവുന്നുണ്ടായില്ല. അങ്ങനെ അവസാനം ഓരോന്ന് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ബില്ലാക്കലാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഒന്നാമത് നോമ്പിൻ്റെ ഒരു ടൈമായിരുന്നു നമ്മൾ പോയത്. അപ്പം അവിടെ ഭയങ്കര ഒരു ഇതായതുകൊണ്ട് നമ്മൾ എന്തെടുക്കണം അങ്ങനെ ഇങ്ങനെയുള്ള ഭയങ്കര കൺഫ്യൂഷനായി. എടുത്തു വെച്ചതൊക്കെ മാറ്റി വെച്ച് അങ്ങനെ ഇങ്ങനെ കുറേ ഇതായി എന്താ പറയുക, ആണ് സംഭവം. എന്നിട്ട് പിന്നെ ഞാൻ എടുത്തു വന്നു. അതായത് ഏട്ടൻ എനിക്ക് പൈസ അയച്ചു തന്നെങ്കിലും എനിക്ക് അവിടെ നിന്ന് ഒന്നും ഇഷ്ടപ്പെടുന്നതല്ല. എനിക്ക് വേണ്ട സാധനം ആടി ഇല്ല. ഒന്നാമത്തെ സാധനം എനിക്ക് നമ്മളെ മനസ്സിൽ പിടിക്കുന്ന ഒരു സംഭവമല്ലേ. എനിക്ക് വലിയ ഹെവി സാധനം വേണ്ട. എനിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം വേണ്ടത്. എന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്ന സാധനങ്ങൾ, എനിക്ക് ഇടാൻ പറ്റുന്ന സാധനങ്ങൾ ആടിയില്ല. കാരണം എൻ്റെ കൈയിൻ്റെ കൊട്ട് വലുതാണെങ്കിലും പിന്നെ എനിക്ക് ചെറിയത് മതി. അപ്പോൾ കൊട്ട് വലുതാണ്. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ വലിയതായിരിക്കും, ഊരാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥലം. പിന്നെ എനിക്ക് പാകാവുന്നതൊന്നും അവിടെ ഇല്ല. പിന്നെ അവിടെ ഉള്ളതൊന്നും എനിക്ക് പറ്റുന്നുമില്ല. ഭയങ്കര ഹെവി വർക്കും വലിയ തൂക്കമുള്ളതാണ്. അപ്പം ഞാൻ എല്ലാം കൂടെ തപ്പിപ്പിടിച്ച് ഞാനൊരു കുഞ്ഞു സാധനം എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇതാട്ടോ ഞാൻ എടുത്തത്. അതിന് വേണ്ടി ഞാൻ ക്യൂടെക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം സ്വർണത്തിനുള്ള പൈസ ഇങ്ങനെ കൂടി വരുത്തല്ലേ. ഇതാണ് ഏട്ടൻ്റെ ഗിഫ്റ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇല്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നില്ലേ, പക്ഷേ എങ്കിൽ എനിക്ക് ഭയങ്കര ഗിഫ്റ്റ് കിട്ടിയിട്ടൊന്നും സന്തോഷമില്ല ഗൈസ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ ഒരു സാധനമാണ് ഗൈസ്. എനിക്കൊന്നും തിന്നാനും വേണ്ട. പക്ഷെ ഞാൻ മുന്തിയ ദിവസം കുടിച്ചാൽ നമുക്ക് വൈകുന്നേരത്തെ കേക്ക് മുറി കാണാം. കുഞ്ഞ് കേക്കാണ് വാങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ്റെ വകയാണ് കേക്കും, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമേ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ചെറിയ കേക്ക് മതി ഏട്ടാ. ഏട്ടനില്ല ഇവിടുന്ന് കേക്കിൻ്റെ കാര്യം പറഞ്ഞത് അമ്മയും അനിയനും പറഞ്ഞു ഓനില്ലാണ്ടത് കേക്ക് മതി. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഗൈസ്. ഞാൻ മനസ്സിലാക്കുക, ഞാൻ ഒറ്റക്കാണ് അമ്പലത്തിൽ പോയത്. ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം, നമ്മളെ സ്പെഷ്യൽ ഡേയിൽ നമ്മൾ ഇൻവോൾവ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരാളും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിൻ്റെ കാര്യത്തിന് നമ്മൾ ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ ഓരോരുത്തരെയായിട്ട് പറയുന്ന. കാരണം നമ്മളെ വെഡിങ് ആനിവേഴ്സറി, നമ്മളെ ബർത്ത്ഡേ, നമ്മളെ ഓരോ കുഞ്ഞു ഹാപ്പിനെസ് ഉള്ള സംഭവങ്ങളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും അത് തിരിച്ചു കിട്ടില്ല. കാരണം ഇന്ന് ഞാനിപ്പോൾ അമ്പലത്തിൽ പോയി ഇന്ന് പോകണം, നാളെ പോകാമെന്ന് വിചാരിച്ചാൽ ഇന്നത്തെ ദിവസം പോകുന്നത് പോലെ ആവില്ലല്ലോ നാളത്തെ ദിവസം പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പോളിസി അത് ചത്ത് കിടന്നാൽ ചമഞ്ഞ് കിടക്കണമെന്ന് പറയില്ല. അതുപോലെ പൈസ ഉണ്ടെങ്കിലായിക്കോട്ടെ ഇല്ലെങ്കിലായിക്കോട്ടെ, നമ്മളത് നമുക്ക് എങ്ങനെയാണോ സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നുന്നത് അതുപോലെ ചെയ്യണം. പക്ഷെ ഞാൻ നിങ്ങൾ ഇതിൽ കണക്ക് തോന്നിയ പോലെ അങ്ങനെ ഒന്നല്ല, എനിക്ക് വല്ല ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടം. അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ. ഏട്ടി ഇങ്ങോട്ടോക്കറോ, ഇങ്ങ് നോക്ക്. ബിരിയാണി ഇന്നലെ അല്ലേ? ഓ ഏട്ടന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്ന് ബിരിയാണി എല്ലാം കിട്ടിയല്ലോ. ഇങ്ങോട്ട് നോക്ക്.
വാ ഇങ്ങോട്ടൊക്കെ താങ്ക് യു സെയിം ടു യു. അടുക്ക അവര് വരുന്നുണ്ട്, ഒരു മിനിറ്റ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി, 3ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഏട്ടനെ വീഡിയോ കോൾ ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ഇതായിരുന്നു കേട്ടോ. നമുക്ക് രണ്ടാൾക്കും ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.